ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 40th ക്ലാസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മുഴുവനും ഈ ഒരു ചാപ്റ്ററിലെ ടോപ്പിക്കായ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബ്ലം തന്നെയാണ്. ഈ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മറ്റൊരു പ്രോബ്ലമാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഇതാണ്: A simple pendulum of length 1 meter is oscillating with an angular frequency of 10 radians per second. The support of the pendulum is oscillating with an amplitude of 10 raised to minus 2 meter with small angular frequency of 1 radians per second. Then the relative change in angular frequency. Question idana: A simple pendulum of length 1 meter is oscillating with an angular frequency of 10 radians per second. The support of the pendulum is oscillating with an amplitude of 10 raised to minus meter and with a small angular frequency of 1 radians per second. Then the relative change in angular frequency. Options under: option number A 10 raised to minus 3 radians per second, option number B 10 raised to minus 4 radians per second, option number C 10 raised to minus 7 radians per second, and option number D 1 radians per second. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിലേറ്റീവ് ചേഞ്ച് ആണ്. ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. 1 മീറ്റർ സ്ട്രിങ്ങിന് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം, അതായത് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ആ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ആ പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനും അതോടൊപ്പം തന്നെ ഓസിലേറ്റ് ചെയ്യാണ്. വളരെ ചെറിയൊരു ആംഗുലർ ഫ്രീക്വൻസി ആയ 1 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ 10 റേസ്ഡ് ടു മൈനസ് 2 മീറ്റർ എന്ന ആംപ്ലിറ്റ്യൂഡിലും അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിലൂടെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള റിലേറ്റീവ് ചേഞ്ച്? അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഓസിലേറ്റ് ചെയ്യും. കാരണം ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ആ ഒരു സപ്പോർട്ടിലാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനിലാണ്. അപ്പോൾ ആ സ്ട്രിങ്ങിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ആ മാറ്റമെല്ലാം ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിനെയും ബാധിക്കും. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ബേസിക് സ്ട്രക്ചർ നോക്കിയാൽ ഇതായിരിക്കും ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. അപ്പോൾ ഈ ഒരു ഡാഷ് നമ്മളൊരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആക്കി എടുക്കുകയാണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആക്കി എടുക്കുകയാണ്. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും L ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് M മാസ് ഉള്ള ഒരു ബോബ് കാണും. അപ്പോൾ ഇവിടെ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 1 മീറ്റർ. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഓഫ് സസ്പെൻഷനും ഈ ബോബിന്റെ ടിപ്പിനും ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് കാണും. അതായിരിക്കും ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത്. ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ ആണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എ സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് 1 മീറ്റർ. അപ്പോൾ ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഒരു L ലെങ്ത് ഉള്ള സ്ട്രിങ് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നു. ഈ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് M മാസ് ഉള്ള ഒരു ബോബ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലം, 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സിമ്പിൾ പെൻഡുലം. ഈ സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ
ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കും, സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ നിന്നുമാണ് ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് സസ്പെൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിങ്ങും ആ സ്ട്രിങ്ങിന്റെ ടിപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ മാസുള്ള ബോബും ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രിങ് അറ്റാച്ച് ആയിരിക്കുന്ന ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും അതിന്റെ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നുകൊണ്ട് ഒന്ന് ഓസിലേറ്റ് ചെയ്യും. ശരിയല്ലേ? ഇവിടെ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് സസ്പെൻഡ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ അളവിൽ ഒന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 റേഡിയസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓസിലേഷൻ, ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ആയിട്ടും, അതേപോലെ തന്നെ ആ സിമ്പിൾ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഒന്ന് ഓസിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ഡാഷ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസിയും ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന്റെ ഓസിലേഷൻ, അതായത് ഈ സ്ട്രിങ് ഈ സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഒന്ന് ഓസിലേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഒന്ന് ഓസിലേറ്റ് ചെയ്യും. കാരണം ഈ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിലേക്കാണ് അല്ലെങ്കിൽ ഈ സപ്പോർട്ടിലേക്കാണ്. അപ്പോൾ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ തീർച്ചയായിട്ടും അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഒന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10⁻² മീറ്ററും ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 റേഡിയസ് പെർ സെക്കൻഡുമാണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ഞാൻ ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി, ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ഡാഷ് ആയിട്ടും, അതേപോലെ തന്നെ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ക്യാരി ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡാഷ്. ഒമേഗ എന്ന് പറയുന്നത് ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ക്യാരി ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ. ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ പെൻഡുലത്തിന്റെ ഈ സ്ട്രിങ് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നുമാണ് സസ്പെൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ പെൻഡുലത്തിന്റെ സ്ട്രിങ് പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പെൻഡുലത്തിൽ ഉണ്ടാകുന്ന മാറ്റവും തീർച്ചയായിട്ടും ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനെ ബാധിക്കും. അപ്പോൾ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ അളവിൽ ഒന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസി 1 റേഡിയസ് പെർ സെക്കൻഡ് എന്നും ആംപ്ലിറ്റ്യൂഡ് 10⁻² മീറ്റർ എന്നും ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ഹോൾഡ് ചെയ്യുന്ന ആ ഓസിലേഷൻ ഹോൾഡ് ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ഡാഷ് ആയിട്ടും, പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ ക്യാരി ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ആയിട്ട് എടുക്കുകയാണ്. സോ ഒമേഗ ഡാഷ് ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി of oscillation by point of suspension. And omega be the angular frequency of the simple pendulum. സിമ്പിൾ പെൻഡുലം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് ഒമേഗ ഡാഷ്, എന്താണ് ഒമേഗ?
ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതായത് ഈ സ്ട്രിങ്, ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നുമാണ് സസ്പെൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ പെൻഡുലത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനെ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനെ ബാധിക്കും. അപ്പോൾ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ അളവിലൊന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് 10⁻² മീറ്റർ എന്നും അതേപോലെ തന്നെ ആംഗുലർ ഫ്രീക്വൻസി 1 റേഡിയസ് പെർ സെക്കൻഡ് ആണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ ഞാൻ ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ അളവിലൊന്ന് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ ക്യാരി ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി ആയിട്ട് ഞാൻ ഒമേഗ ഡാഷിനെയും അതേപോലെ തന്നെ ഈ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ ക്യാരി ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ആയിട്ട് എടുത്തു. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 1. അപ്പോൾ ഇതാണ് സിനാരിയോ. ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിങ് ആ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനായിട്ട് മാസുള്ള ട്യൂബ്. അപ്പോൾ ഈ ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു സിമ്പിൾ പെൻഡുലം 10 റേഡിയസ് പെർ സെക്കൻഡ് എന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പെൻഡുലത്തിന്റെ സ്ട്രിങ് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നുമാണ് സസ്പെൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനെ ബാധിക്കും. അപ്പോൾ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ അളവിലൊന്ന് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് 10⁻² മീറ്ററും ആംഗുലർ ഫ്രീക്വൻസി 1 റേഡിയസ് പെർ സെക്കൻഡും ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ. അങ്ങനെയെങ്കിൽ എന്താണ് ആംഗുലർ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന റിലേറ്റീവ് ചേഞ്ച്? അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ഇപ്പോൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒമേഗ ഡാഷ് ആയിട്ട് പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് വളരെ ചെറിയ അളവിൽ ഓസിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസിയെ ഒമേഗ ഡാഷ് ആയിട്ടും പെൻഡുലത്തിന്റെ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ ഒമേഗ ആയിട്ടും എടുത്തു. ഇനി അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള റിലേറ്റീവ് ചേഞ്ച് ആണ്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ചേഞ്ച്? ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ആ ഒരു ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ഒറിജിനൽ വാല്യൂ ആണ്. ആ ഒരു ഒറിജിനൽ വാല്യൂവിൽ നിന്നും എത്രത്തോളം അളവിലാണ് ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ മാറിയിരിക്കുന്നത്, എത്രത്തോളം അളവിലാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു ചേഞ്ചിൻ്റെയും ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂവിൻ്റെയും റേഷ്യോയാണ് നമ്മളെപ്പോഴും റിലേറ്റീവ് ചേഞ്ച് എന്ന് പറയുക. അതായത് എക്സ് ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ x1 ആണ് ആ ഒരു ക്വാണ്ടിറ്റിയുടെ ഇനിഷ്യൽ വാല്യൂ എന്ന് വിചാരിക്കുക. x1ൽ നിന്നും x ആണ് നമ്മുടെ ക്വാണ്ടിറ്റി, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റിയുടെ ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ ആണ് x1. ആ ഒറിജിനൽ വാല്യൂവിൽ നിന്നും ഈ ക്വാണ്ടിറ്റി x എന്ന ക്വാണ്ടിറ്റി x2 അളവിലേക്ക് ഒന്ന് മാറി എങ്കിൽ ഡെൽറ്റ x എന്ന് പറയുന്നത് x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ x1 ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എക്സിന്റെ റിലേറ്റീവ് ചേഞ്ചിനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ആ ഒരു ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ഒറിജിനൽ വാല്യൂ കാണും. ആ ഒറിജിനൽ വാല്യൂവിൽ നിന്നും എത്രത്തോളം അളവിലാണ് ആ ക്വാണ്ടിറ്റി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു ചേഞ്ചിൻ്റെയും ആ ക്വാണ്ടിറ്റിയുടെ ഒറിജിനൽ വാല്യൂവിൻ്റെയും റേഷ്യോയാണ് നമ്മളെപ്പോഴും റിലേറ്റീവ് ചേഞ്ച് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയുടെ റിലേറ്റീവ് ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ സെലക്ട് ഡെൽറ്റ ഒമേഗ, ആ ഒമേഗയുടെ ഇനിഷ്യൽ വാല്യൂ ഒമേഗ 1 ആയിട്ട് എടുത്തു ഞാൻ, അതായത് ഒറിജിനൽ വാല്യൂ ഒമേഗ 1 ആയിട്ട് എടുത്തു. ഒമേഗ 1ൽ നിന്നും ഈ ഒമേഗ എന്ന ക്വാണ്ടിറ്റി ഒമേഗ 2ലേക്ക് മാറി എങ്കിൽ റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 2 മൈനസ് ഒമേഗ 1 ഡിവൈഡഡ് ബൈ ഒമേഗ 1 ആയിരിക്കും. അതായത് ആ ഒരു മാറ്റത്തിന്റെ ആ ഒരു ക്വാണ്ടിറ്റി എത്രത്തോളം അളവിൽ ചേഞ്ച് ചെയ്തോ ആ ചേഞ്ചിന്റെയും ആ ക്വാണ്ടിറ്റിയുടെ ഒറിജിനൽ വാല്യൂവിന്റെയും റേഷ്യോയാണ് എപ്പോഴും റിലേറ്റീവ് ചേഞ്ച്. സോ റിലേറ്റീവ് ചേഞ്ച്, അപ്പോൾ എക്സ് നമ്മളൊരു ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ എക്സ് എന്ന ക്വാണ്ടിറ്റിയുടെ ഇനിഷ്യൽ വാല്യൂ ഒറിജിനൽ വാല്യൂ നമ്മൾ x1 ആയിട്ട് എടുത്തു.
പിന്നെ x1-ൽ നിന്നും x2-ലേക്ക് ആ ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തെങ്കിൽ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ചേഞ്ച് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ഡിവൈഡ് ബൈ x1 ആണ്. അതായത് ഏതൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ആ ക്വാണ്ടിറ്റിക്ക് ഒരു ഒറിജിനൽ വാല്യൂ കാണും. ആ ഒറിജിനൽ വാല്യൂവിൽ നിന്നും എത്രത്തോളം മാറി, എത്രത്തോളം ചേഞ്ച് ചെയ്തു ആ ക്വാണ്ടിറ്റി പിന്നെ മറ്റൊരു വാല്യൂയിലേക്ക്, ആ ചേഞ്ചിൻ്റെയും ആ ക്വാണ്ടിറ്റിയുടെ ഒറിജിനലി ഉണ്ടായിരുന്ന വാല്യൂവിൻ്റെയും റേഷ്യോ ആയിരിക്കും എപ്പോഴും ഏതൊരു ക്വാണ്ടിറ്റിയുടെയും റിലേറ്റീവ് ചേഞ്ച് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ ഒമേഗയാണ്. റിലേറ്റീവ് ചേഞ്ച് ഓഫ് ആംഗുലർ ഫ്രീക്വൻസിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ ഒമേഗ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക? അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ 1. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയ്ക്കുള്ള റിലേറ്റീവ് ചേഞ്ച് ആണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക? അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ഇങ്ങനെയാണ്. ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്പർ 1 ഇതാണ്. നമ്മൾ നേരെ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ പ്രോബ്ലം ശരിക്കും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷനിലേക്ക് പോകുകയാണ്. എന്താണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ? t is equal to 2 pi root of L by G. ശരിയല്ലേ? അപ്പോൾ ഈ t is equal to 2 pi root of L by G എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ ആണ്. t is equal to 2 pi root of L by G. ശരിയല്ലേ? ഇവിടെ t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ആണ്, 2 pi കോൺസ്റ്റന്റ്, L ലെങ്ത് ഓഫ് ദി പെൻഡുലം, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതാം. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1-ൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ എഴുതി. ടൈം പീരീഡ് t is equal to 2 pi root of L by G. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള റിലേറ്റീവ് ചേഞ്ച് ആണ്. ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള റിലേറ്റീവ് ചേഞ്ച് ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2 സ്റ്റെപ്പ് നമ്പർ 2-ൽ നമ്മൾ ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1-ൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് നമ്പർ 1-ൽ നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ എഴുതി. ടൈം പീരീഡ് t is equal to 2 pi root of L by G. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. അടുത്ത നമ്മൾ ഇക്വേഷൻ നമ്പർ 2-ലേക്ക് പോവുകയാണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കാണേണ്ടത് ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള ചേഞ്ച് ആണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള ചേഞ്ച് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഓസിലേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ ആംഗുലർ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? ഒരു ഓസിലേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ഇപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി, ആ ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിയുടെ ഫ്രീക്വൻസി നമ്മൾ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടൈം നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ കവർ ചെയ്യുന്നുണ്ട്, അതിനായിരിക്കും നമ്മൾ ആ പാർട്ടിക്കിളിനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി ആയിട്ട് പറയാം. ഒരു യൂണിറ്റ് ടൈം നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ഈ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ കവർ ചെയ്യുന്നുണ്ട്, അതിനായിട്ട് നമ്മൾ ആ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി എഫ് ആയിട്ട് പറയാം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആംഗുലർ ഫ്രീക്വൻസി? എപ്പോഴും ഓസിലേഷൻ എന്ന ഒരു പ്രോസസ്സ് എപ്പോഴും ഒരു റൊട്ടേഷന്റെ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ടേംസും നമ്മൾ റൊട്ടേഷണൽ മെക്കാനിക്സിന്റെ ടേംസാണ് എടുക്കുക. നമ്മൾ ഈ t is equal to 2 pi root of L by G സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ നമ്മൾ കണ്ടിരുന്നു. അവിടെ നമ്മൾ എല്ലാ ടേംസും റൊട്ടേഷൻ മെക്കാനിക്സിന്റെ ടേംസിലായിരുന്നു എടുത്തിരുന്നത്. അതായത് ഓസിലേഷൻ എന്ന പ്രോസസ്സ് ഒരു റൊട്ടേഷന്റെ സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് തന്നെ ടേംസ് എല്ലാം നമ്മൾ എടുത്തിരുന്നത് റൊട്ടേഷൻ മെക്കാനിക്സിന്റെ ടേംസിലായിരുന്നു. ഫോഴ്സിനെ നമ്മൾ ടോർക്കായിട്ട് എടുത്തു, ഇനർഷ്യ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ട് എടുത്തു, വെലോസിറ്റിയെ ആംഗുലർ വെലോസിറ്റി ആയ ഒമേഗ ആയിട്ട് എടുത്തു, ആംഗുലർ ഫ്രീക്വൻസി വീണ്ടും ഒമേഗ ആയിട്ട് എടുത്തു, ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ആയിട്ടൊക്കെ എടുത്തു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒരു ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതായിരിക്കും ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ആംഗുലർ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യേണ്ടത്? ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ കവർ ചെയ്തത്, അതായിരിക്കും ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗ. ആംഗുലർ ഫ്രീക്വൻസി നമ്മൾ എപ്പോഴും ഒമേഗയിലാണ് ഡിനോട്ട് ചെയ്യുക. സോ സ്റ്റെപ്പ് നമ്പർ 2-ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ.
ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ശരിയല്ലേ? ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതായത് ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾ കവർ ചെയ്യുന്നത്, അതിനെയായിരിക്കും നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗ ആയിട്ട് പറയുക. ദാറ്റ് ഈസ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തീറ്റ എന്ന തീറ്റയിലാണ് ഡിനോട്ട് ചെയ്യുക. തീറ്റ ഡിവൈഡഡ് ബൈ ടി. തീറ്റയുടെ വാല്യൂ 2π ആണ്. 2π/t ഓർ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t എന്ന് കിട്ടും. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ എഴുതി. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു θ/t. അതായത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തീറ്റയിലാണ് ഡിനോട്ട് ചെയ്യുക, θ/t. തീറ്റയുടെ വാല്യൂ 2π ആണ് ഡിവൈഡ് ബൈ ടി. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് തീറ്റയുടെ വാല്യൂ 2π ആയത്? നമ്മുടെ ഈ ഡെറിവേഷനിൽ പറഞ്ഞതാണ്. ടി ഇസ് ഈക്വൽ ടു 2π√L/g എന്ന ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ള ഡെറിവേഷൻ കണ്ടിരുന്നു. ആ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞതാണ്. അതിലേക്ക് വീണ്ടും പോകുന്നില്ല. തീറ്റയുടെ വാല്യൂ 2π. സോ ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ഓർ ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ ഓർ ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. സ്റ്റെപ്പ് നമ്പർ 2 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 2 ഇതാണ്. ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ. അടുത്ത നമ്മൾ സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്പർ 3യിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് നമ്പർ 3യിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് നമ്പർ 1ലെ ഇക്വേഷൻ നമ്പർ 1 ആയ ടി ഇസ് ഈക്വൽ ടു 2π√L/g. ഈ ടി ഇസ് ഈക്വൽ ടു 2π√L/g എന്ന് പറയുന്നത് ടൈം പീരീഡ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ ആണ്. ഇവിടെ അത് സ്റ്റെപ്പ് നമ്പർ 1ലെ ഇക്വേഷൻ നമ്പർ 1 ആണ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3യിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് നമ്പർ 1ലെ ഇക്വേഷൻ നമ്പർ 1 ആയ ടി ഇസ് ഈക്വൽ ടു 2π√L/g എന്ന ഈ ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടൈം പീരീഡിന് പകരം നമ്മൾ ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പ് നമ്പർ 3. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ in place of t in equation number 1. Therefore equation 1 becomes t is equal to 2π/omega. Therefore equation becomes 2π/omega is equal to 2π√L/g. 1/omega is equal to √L/g or omega is equal to √g/L. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമ്മൾ എഴുതും. അപ്പോൾ ഇക്വേഷൻ സ്റ്റെപ്പ് നമ്പർ 3യിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റെപ്പ് നമ്പർ 1ലെ ഇക്വേഷൻ നമ്പർ 1 ആയ ടി ഇസ് ഈക്വൽ ടു 2π√L/g എന്ന ആ ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടൈം പീരീഡിന് പകരം നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2ൽ നിന്നും നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 2 ആയ ടി ഇസ് ഈക്വൽ ടു 2π എന്ന ഇക്വേഷനിലെ ടിയുടെ വാല്യൂ ടി ഇസ് ഈക്വൽ ടു 2π/ഒമേഗ, ആ വാല്യൂ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1ലെ ഇക്വേഷൻ നമ്പർ 1 ആയ ടി ഇസ് ഈക്വൽ ടു 2π√L/g എന്ന ഇക്വേഷനെ ടൈം പീരീഡിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഒമേഗയുടെ വാല്യൂ ഒമേഗ ഇസ് ഈക്വൽ ടു √g/L എന്ന് കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതും. ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 3യിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. സ്റ്റെപ്പ് നമ്പർ 3യിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു √g/L. ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമ്മൾ എടുക്കും. സ്റ്റെപ്പ് നമ്പർ 3യിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 3 ഇതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു √g/L. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, L ലെങ്ത് ഓഫ് ദ പെൻഡുലം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്ത് സ്റ്റെപ്പ് നമ്പർ 4 ആണ്. ഞാനിങ്ങനെ ഓരോന്ന് എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തേക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്പർ 4.
നമ്പർ 4ൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ നമ്പർ 3യിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്? √g/L ആണ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ഇക്വേഷൻ നമ്പർ 3യിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യാം. അതാണ് സ്റ്റെപ്പ് നമ്പർ 4. അപ്ലൈങ് ലോഗ് in both LHS and RHS in equation number 3. Equation number 3യിലെ LHSലേക്കും RHSലേക്കും നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യാണ്. Therefore equation becomes log omega is equal to log √g/L. That is log of omega is equal to half log g/L root of r. That is log of omega is equal to half log of g effective minus അതായത് log of a/b is equal to log a minus log b ആണ്. log of g/L എന്ന് പറയുമ്പോൾ log of g minus log L. log of g minus log L. സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് നമ്പർ 3യിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും നമ്മൾ ലോഗ് അപ്ലൈ ചെയ്തു. സോ log of omega is equal to log of √g/L. That is log omega is equal to half log g/L or log omega is equal to half log g minus log L എന്ന് കിട്ടും. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുത്തു. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇക്വേഷൻ നമ്പർ 4ൽ നമ്മൾ ഇക്വേഷൻ നമ്പർ സ്റ്റെപ്പ് നമ്പർ 3യിലെ ഇക്വേഷൻ നമ്പർ 3യിലേക്ക് ലോഗരിതം അപ്ലൈ ചെയ്ത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടി. log of omega is equal to half log g minus log L. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എഴുതി. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 4ൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 4 ഇതാണ്. log of omega is equal to half log of g minus log L. ഇനി സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. സ്റ്റെപ്പ് നമ്പർ 5ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമ്പർ 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ 4. equals differentiate ചെയ്യുമ്പോൾ delta omega by omega is equal to half delta g effective by g minus delta L by L. differentiate ചെയ്യുമ്പോൾ അതായത് delta omega by omega is equal to half delta g effective by g minus 0. അതായത് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, മാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ 0 ആണ്. ഈ ഒരു ടേം 0 ആയിപ്പോൾ മിച്ചമുള്ള ടേം ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി. ഇവിടെ ജി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് എ ആണ്. അതിന് എന്താണ് ജി ഇഫക്റ്റീവ്? അപ്പോൾ ഈ ഇക്വേഷൻ അതായത് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി മൈനസ് 0 എന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാ ടേംസും പരിചയമാണ്. ഒരു ടേം മാത്രം പരിചയമില്ല, എന്താണ് ജി ഇഫക്റ്റീവ്. അപ്പോൾ ജി ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഫിഗറിലേക്ക് പോവാണ്. അപ്പോൾ ഈ ഫിഗറിൽ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഉണ്ട്, അതിനൊരു സപ്പോർട്ട് ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഒരു 1 മീറ്റർ ലെങ്തിലുള്ള ഒരു സ്ട്രിങ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിലായിട്ട് m മാസുള്ള ഒരു ഹൂക്കുണ്ട്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സസ്പെൻഡ് ആയിരിക്കുന്ന ഈ 1 മീറ്റർ ലെങ്തുള്ള ഈ സ്ട്രിങ്ങിന്റെ ഓസിലേഷനെ തീർച്ചയായിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി ജി എഫക്ട് ചെയ്യുന്നുണ്ട്. ബൈ ദ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2π√L/g. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ബേസിക് ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2π√L/g. ആ ഒരു ഇക്വേഷനിൽ നിന്നും വളരെ വ്യക്തമാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷനെ തീർച്ചയായിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി ജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടൈം പീരീഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എൽ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ജി ആണ്. അപ്പോൾ ഇവിടെ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ സ്ട്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഓസിലേഷനെ തീർച്ചയായിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി ജി എഫക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ പെൻഡുലം കൺസിഡർ ചെയ്താൽ, ഇതൊരു ഹോൾ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്താൽ, അതായത് സിമ്പിൾ പെൻഡുലം ഒരു ഹോൾ സിസ്റ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഒരു സിസ്റ്റത്തിൽ 2 പോർഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ്. അത് ഫസ്റ്റ് പോർഷൻ. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സസ്പെൻഡഡ് ആയിരിക്കുന്ന ഈ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങും ആ സ്ട്രിങ്ങിനോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന എം മാസുള്ള ബോബുമാണ് സെക്കൻഡ് പോർഷൻ. അപ്പോൾ അതിൽ 2 പോർഷൻസും അപ്പോൾ ഈ ഒരു ഹോൾ സിസ്റ്റം, ഈ സിമ്പിൾ പെൻഡുലം എന്ന ഒരു ഹോൾ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ശരിക്കും 2 പോർഷൻസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ സപ്പോർട്ട്. ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ടായിരിക്കും ഓസിലേറ്റ് ചെയ്യുക. പക്ഷേ ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സസ്പെൻഡഡ് ആയിരിക്കുന്ന ആ ലെങ്ത് ഉള്ള സ്ട്രിങ് ഒരിക്കലും പോയിന്റിൽ നിന്നുകൊണ്ടല്ല ഓസിലേറ്റ് ചെയ്യുന്നത്, സസ്പെൻഡഡ് ആയിക്കൊണ്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം എന്ന ആ ഒരു ഹോൾ സിസ്റ്റം ഇതിന്റെ ഓസിലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ശരിക്കും ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും 2 പോർഷൻസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പോർഷൻ ഈ ഒരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്, അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഹാങ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിരിക്കുന്ന ഈ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങും അതോടൊപ്പം തന്നെ ആ സ്ട്രിങ്ങിന്റെ എൻഡ് പോർഷനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോബ് ഓഫ് മാസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 2 പോർഷൻസ് ആയിരിക്കും ഒരു സിമ്പിൾ പെൻഡുലം എന്ന ഹോൾ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും 2 പോർഷൻസ് ആണ് അവിടെ ഓസിലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ, അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്. സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സസ്പെൻഡഡ് ആയിരിക്കുന്ന എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങും എം മാസുള്ള ബോബ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഈ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിന്റെ ഓസിലേഷന് ഒരു സിമ്പിൾ പെൻഡുലം എന്ന ഒരു ഹോൾ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ സ്ട്രിങ്ങിന്റെ ഓസിലേഷനെ ശരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി ജി എഫക്ട് ചെയ്യുന്നുണ്ട്. By the equation T directly proportional T is equal to 2 pi root of L by G. പക്ഷേ ഈ പോയിന്റ് ഓഫ് അതോടൊപ്പം തന്നെ ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിങ് മാത്രമല്ല, കൂടെ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പോയിന്റ് ഓഫ് സസ്പെൻഷന്റെ ഓസിലേഷൻ ഓസിലേറ്റ് ചെയ്യുന്നത് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ ഉണ്ടാവുന്ന ഓസിലേഷനെ ഒരിക്കലും ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി ജി എഫക്ട് ചെയ്യുകയില്ല. കാരണം ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഓസിലേറ്റ് ചെയ്യുന്നത് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഓസിലേഷനെ ഒരിക്കലും ഈ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയി ജി എഫക്ട് ചെയ്യില്ല. മറിച്ച് അവിടെ ഉണ്ടാവുന്ന ഓസിലേഷൻ ക്യാരി ചെയ്യുന്നത് ആക്സിലറേഷൻ എ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മൾ ജി ഇഫക്റ്റീവ് ആയിട്ട് പറയുക. അപ്പോൾ ആ സിമ്പിൾ പെൻഡുലം എന്ന ഒരു ഹോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ജി ഇഫക്റ്റീവ് ആയിട്ട് പറയുന്നത്. ടോട്ടൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ സ്ട്രിങ്ങിന്റെ ഓസിലേഷനെ എഫക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും, അതേപോലെ തന്നെ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷനെ എഫക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓസിലേഷൻ ക്യാരി ചെയ്യുന്ന ആക്സിലറേഷൻ. ഈ 2 കാര്യങ്ങളുടെ സമ്മാനിക്കും ആ ഒരു ഹോൾ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജി ഇഫക്റ്റീവ്. അപ്പോൾ ഒരു ഹോൾ സിമ്പിൾ പെൻഡുലം എന്നൊരു ഹോൾ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ 2 പോർഷൻസ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആ സ്ട്രിങ് എൽ ലെങ്ത് ഉള്ള സ്ട്രിങ്ങും ആ സ്ട്രിങ്ങിന് എൻഡ് പോർഷനെ കണക്ട് ചെയ്തിരിക്കുന്ന എം മാസുള്ള ബോബും. സെക്കൻഡ് പോർഷൻ ഈ സ്ട്രിങ് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്. ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടെ ഉണ്ടാകുന്ന ഓസിലേഷനെ ഒരിക്കലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എഫക്ട് ചെയ്യില്ല. കാരണം അത് ഓസിലേറ്റ് ചെയ്യുന്നത് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ ആ എൽ ലെങ്ത് ഉള്ള സ്ട്രിങ് ഹാങ് ചെയ്തുകൊണ്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു ഹോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമ്മുടെ എഫക്റ്റീവ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ ജി ഇഫക്റ്റീവ് എന്ന് പറയും. സോ ജി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് എ. ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷനെ എഫക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും, എ എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് ക്യാരി ചെയ്യുന്ന ആക്സിലറേഷൻ എ.
സോ ജി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് എ. അപ്പോൾ ഇത്രയും ആദ്യം നമ്മൾ ലോഗ് അപ്ലൈ ചെയ്തു, അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി മൈനസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് കിട്ടി. അതായത് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ക്യാൻസൽ ആവും കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി മൈനസ് എൽ. അതായത് ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് എന്ന് കിട്ടും. ജി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് എ. എന്തുകൊണ്ടാണ് ജി ഇഫക്റ്റീവ് ജി പ്ലസ് എ ആയത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Equation number 5. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5 സ്റ്റെപ്പ് നമ്പർ 5 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 5 ഇതാണ്. ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 5 ഡെൽറ്റ ജി ഇഫക്റ്റീവിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 6. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 5 ഇതാണ്. ഡെൽറ്റ ഒമേഗ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി. ഇക്വേഷൻ നമ്പർ 5. ഇനി സ്റ്റെപ്പ് നമ്പർ 6. സ്റ്റെപ്പ് നമ്പർ 6 നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ നമ്പർ 5 ഡെൽറ്റ ജി ഇഫക്റ്റീവിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ജി ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്പിൾ പെൻഡുലം എന്ന ഹോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജി പ്ലസ് എ ആണെന്ന് പറഞ്ഞു. അതായത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ട്രിങ്ങിനെ എഫക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി, അതേപോലെ തന്നെ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ ക്യാരി ചെയ്യുന്ന ആക്സിലറേഷൻ. സോ ഡെൽറ്റ ജി ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. സോ ജി പ്ലസ് എ മൈനസ് ജി പ്ലസ് എ. ദാറ്റ് ഈസ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ജി പ്ലസ്. ഈ ഒരു പ്രോബ്ലം ശരിക്കും ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലമാണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നെ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് മൈനസ് എക്സ്. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ്, ഒരു പെൻഡുലത്തിനെ ഒരു ബോബിനെ അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും എക്സ്ട്രീം പൊസിഷനിലേക്ക് വളരെ അധികമുള്ളൊരു ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ അത്രയും വെലോസിറ്റിയിൽ തന്നെ അത്രയും ഹൈ ഡിസ്പ്ലേസ്മെന്റിൽ ഡിസ്പ്ലേസ് ചെയ്യിച്ചാൽ അത്രയും അളവിലുള്ള വെലോസിറ്റിയിൽ തന്നെ ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു ബോബ് ഓസിലേറ്റ് ചെയ്യും. അതായത് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആയ എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ആയ എയുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അതായിരുന്നു ഫസ്റ്റ് എസ്റ്റിമേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അത്. ആക്സിലറേഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ ഈ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്ന ഈ ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷൻ നമ്പർ 5 എയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ എക്സിന് പകരം ആംപ്ലിറ്റ്യൂഡ് എ കൊടുക്കുകയാണ്, കാരണം മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ് പറയുക. സോ ഡെൽറ്റ ജി ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ജി പ്ലസ് ആക്സിലറേഷന് പകരം ഒമേഗ ഡാഷ് സ്ക്വയർ. ഇവിടെ ഒമേഗ ഡാഷ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒമേഗ ഡാഷ് ആയിട്ട് ഞാൻ എടുത്തിരുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന ആ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസി ഞാൻ ഒമേഗ ഡാഷ് ആയിട്ടും ഈ സ്ട്രിങ്ങിന്റെ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസിയെ ഒമേഗ ആയിട്ടും എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ഓസിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ജി എഫക്ട് ചെയ്യില്ല, മറിച്ച് ആക്സിലറേഷൻ എ ആ ഒരു ഓസിലേഷൻ ക്യാരി ചെയ്യുള്ളൂ. സോ ആക്സിലറേഷൻ എ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നിന്നും ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എക്സ് എന്ന് കിട്ടി. ഇവിടെ ഞാൻ ഒമേഗ ഡാഷ് ആയിട്ട് എടുക്കുകയാണ്. ഒമേഗ ഡാഷ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഓസിലേഷന്റെ ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡാഷ്. സോ എക്ക് പറഞ്ഞാൽ ഒമേഗ ഡാഷ് സ്ക്വയർ ഏത് കൊടുക്കുന്നു. ഏത് പറഞ്ഞാൽ ആ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ്, ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡ്.
സോ ജി പ്ലസ് ഒമേഗ ഡാഷ് സ്ക്വയർ എ മൈനസ് ജി പ്ലസ് വീണ്ടും ഒമേഗ ഡാഷ് സ്ക്വയർ എ. ഡെൽറ്റ ജി ഇഫക്റ്റീവ് is equal to 2 omega dash square a. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 6ൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 6 ഇതാണ്. ഡെൽറ്റ ജി ഇഫക്റ്റീവ് is equal to 2 omega dash square a. ഒമേഗ ഡാഷ് സ്ക്വയർ എ. ഇനി ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5ലെ ഡെൽറ്റ ജി ഇഫക്റ്റീവിന്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് സ്റ്റെപ്പ് നമ്പർ 7. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂ ഓഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് in equation number 6. Therefore, equation becomes, എന്താണ് equation number 6? Delta omega by omega is equal to half delta g effective by g. Value substitute ചെയ്യുമ്പോൾ g effective ന്റെ value substitute ചെയ്യുമ്പോൾ delta omega by omega is equal to half 2 omega dash square a divided by g. കിട്ടും. or delta omega is equal to omega into omega dash square a divided by g എന്ന് കിട്ടും. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 7 ആയിട്ട് എഴുതും. 7. അപ്പോൾ ഇക്വേഷൻ നമ്പർ ഇക്വേഷൻ നമ്പർ 6ൽ നിന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 7 കിട്ടി. ആ ഇക്വേഷൻ നമ്പർ 7 ഇതാണ്. ആ ഇക്വേഷൻ നമ്പർ 7 എന്ന് പറയുന്നത് ഇതാണ്. ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഒമേഗ ഡാഷ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ജി. ഇക്വേഷൻ നമ്പർ 7. അതായത് ഡെൽറ്റ ജി ഇഫക്റ്റിൻ്റെ വാല്യൂ എല്ലാം ഇക്വേഷൻ നമ്പർ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 7 ഇതാണ്. ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഒമേഗ ഡാഷ് സ്ക്വയർ എ ബൈ ജി. ഇവിടെ ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി, ഒമേഗ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിൻ്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഓസിലേഷൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡാഷ്. എ ആംപ്ലിറ്റ്യൂഡ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇക്വേഷൻ നമ്പർ 7ലെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. ഈ ഇക്വേഷൻ നമ്പർ 7ലെ റൈറ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്ന ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ 1/L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 8. Multiplying both numerator and denominator. By 1/L. Therefore, equation becomes delta omega is equal to omega into omega dash square a divided by g into 1/L. That is delta omega is equal to omega into omega dash square a by L divided by g by L. Delta omega is equal to omega into omega dash square a divided by L divided by g by L എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 7ൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1/L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ഒമേഗ ഡാഷ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ജി ബൈ. ഇവിടെ ഈ ജി ബൈ ഇല്ല. നമ്മൾ ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2ൽ നമ്മൾ
ടൈം പീരീഡിന്റെ സ്ഥാനത്ത് ടി ഇസ് ഈക്വൽ ടു 2π/ω. ആ ഇക്വേഷൻ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒമേഗ ഇസ് ഈക്വൽ ടു √g/L എന്ന് കിട്ടി. ഒമേഗ ഇസ് ഈക്വൽ ടു √g/L ആണെങ്കിൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു g/L അല്ലേ? അപ്പോൾ ഇവിടെ ഈ g/Lന്റെ സ്ഥാനത്ത് ഞാൻ ഒമേഗ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു omega into omega dash square a divided by L divided by omega square. That is delta omega is equal to delta omega equals omega dash square a divided by omega L എന്ന് കിട്ടും. ഇത് equation number 8. അപ്പോൾ ഇക്വേഷൻ നമ്പർ 8 നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഡാഷ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഒമേഗ എൽ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്രയാണ് ഡെൽറ്റ ഒമേഗ? ഡെൽറ്റ ഒമേഗ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി. എത്രയാണ് ഒമേഗ ഡാഷ് സ്ക്വയർ? എത്രയാണ് ഒമേഗ ഡാഷ്? 1 ആണ്. അപ്പോൾ ഒമേഗ ഡാഷ് സ്ക്വയറിന്റെ വാല്യൂ 1 സ്ക്വയർ. എത്രയാണ് ആംപ്ലിറ്റ്യൂഡ്? 10⁻². ഡിവൈഡഡ് ബൈ എത്രയാണ് ഒമേഗ? 10 into length of the pendulum 1. That is 10⁻² divided by 10 is equal to 10⁻³ radians per second. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. 10⁻³ radians per second. ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ റൈറ്റ് ആൻസർ ഈസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ എ. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ശരിക്കും നീറ്റിന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതോ ഒരു ഇയറിൽ ഏതോ ഒരു വർഷം നീറ്റിന്റെ എക്സാമിന് ഫിസിക്സിന്റെ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം സിനറിയോ മനസ്സിലാക്കുക. അത് പ്രോബ്ലം നന്നായിട്ട് വായിക്കുക ആദ്യം. അതിനുശേഷം നമ്മൾ സിനറിയോ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി റിക്കവർ ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ ടൈം പീരീഡിന്റെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുള്ള ബേസിക് ഇക്വേഷൻ എഴുതി. ടി ഇസ് ഈക്വൽ ടു 2π√L/g. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതി. സ്റ്റെപ്പ് നമ്പർ 2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗുലർ ഫ്രീക്വൻസിക്കുള്ള റിലേറ്റീവ് ചേഞ്ച് ആണ്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗയുടെ ഡെഫിനിഷൻ എഴുതി. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് പാർട്ടിക്കിൾ കവർ ചെയ്യുന്നുണ്ട് അതായിരിക്കും ആംഗുലർ ഫ്രീക്വൻസി ആയ ഒമേഗ. So angular frequency omega is equal to angular displacement theta by t. Theta യുടെ വാല്യൂ 2π ആണ്. So omega is equal to 2π/t or t is equal to 2π/omega. ആ t is equal to 2π/omega എന്ന ഇക്വേഷൻ നമ്പർ 1 t is equal to 2π√L/g എന്ന ഇക്വേഷനിൽ ടിയുടെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ is equal to √g/L എന്ന് കിട്ടും. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതി. അതിനുശേഷം സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ ആ ഇക്വേഷനിലേക്ക് ലോഗ് അപ്ലൈ ചെയ്തു. ലോഗ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് √g/L. അതായത് ലോഗ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് g/L. ലോഗ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് ഓഫ് a/b എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് a മൈനസ് ലോഗ് ഓഫ് b ആണ്. ലോഗ് ഓഫ് a മൈനസ് ലോഗ് ഓഫ് b ആണ്. അപ്പോൾ ലോഗ് ഓഫ് g/L എന്ന് പറഞ്ഞാൽ ലോഗ് g മൈനസ് ലോഗ് a. സോ ലോഗ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് g മൈനസ് ലോഗ് L. അതിനുശേഷം ആ ഇക്വേഷൻ നമ്പർ 4 വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡെൽറ്റ ഒമേഗ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി മൈനസ് ഡെൽറ്റ L/L എന്ന് എഴുതി. അവിടെ ഡെൽറ്റ L/L ക്യാൻസൽ ആയിപ്പോയി. കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. ലെങ്ത് കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. അതായത് ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജി എന്ന് എഴുതി. ഇനി എന്താണ് ജി ഇഫക്റ്റീവ്? ജി ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ പെൻഡുലം എന്ന ഹോൾ സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2 പോർഷൻസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അല്ലെങ്കിൽ സപ്പോർട്ട്. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഹാങ് ചെയ്തിരിക്കുന്ന L ലെങ്ത് ഉള്ള സ്ട്രിങ്. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം എന്ന ഹോൾ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ 2 പോർഷൻസ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും ഹാങ് ചെയ്തിരിക്കുന്ന സ്ട്രിങ് ഓഫ് ലെങ്ത് L. മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സസ്പെൻഷൻ.
അപ്പോൾ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഓസിലേറ്റ് ചെയ്യുന്നത് അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ആ ഓസിലേഷനെ ഒരിക്കലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എഫക്ട് ചെയ്യില്ല. ജി എഫക്ട് ചെയ്യുന്നത് എപ്പോഴും ആ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ഓസിലേഷനെ ആയിരിക്കും. ബൈ ദ ഇക്വേഷൻ ടി ഇസ് ഈക്വൽ ടു 2π√L/g. അപ്പോൾ ജി എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടോട്ടൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു g+a. അവിടെ ജി എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്ങിന്റെ ഓസിലേഷനെ എഫക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും, എ എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ ഓസിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഓസിലേഷൻ ക്യാരി ചെയ്യുന്ന ആക്സിലറേഷൻ. അതിനുശേഷം നമ്മൾ അത് ഇക്വേഷൻ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 5 ആയിട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതായത് ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ഹാർമോണിക് മോഷനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x, അല്ലെങ്കിൽ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു x ആണ്. ഇവിടെ ആ എക്സിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആയ എ ആയിട്ട് എടുത്തു. സോ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ω'² എ എഴുതി. ഇവിടെ ω' എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ അതിന്റെ പോയിന്റിൽ നിന്നുകൊണ്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ ഓസിലേഷൻ ഹോൾഡ് ചെയ്യുന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ് ω'. സോ എ ഇസ് ഈക്വൽ ടു ω'² എഴുതി. ആ എയുടെ വാല്യൂ ജി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു g+a. അതായത് ജി ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു g+a. ഡെൽറ്റ ജി ഇഫക്റ്റീവ് എന്ന് പറയുമ്പോൾ g+a മൈനസ് g+a. ആ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ലോഗ് ഡെൽറ്റ ω/ω ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് ഡെൽറ്റ ജി ഇഫക്റ്റീവ് ബൈ ജിയിലെ ഡെൽറ്റ ജി ഇഫക്റ്റീവിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ω/ω ഇസ് ഈക്വൽ ടു ഹാഫ് g+a മൈനസ് g+a ഡിവൈഡഡ് ബൈ ജി. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ ω/ω ഇസ് ഈക്വൽ ടു ഹാഫ് ω'² a ബൈ ജി എന്ന് കിട്ടും. or delta omega is equal to omega into ω'² a by g എന്ന് കിട്ടും. ആ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 8 ആയിട്ട് എടുത്തു. ആ ഇക്വേഷൻ നമ്പർ 8 ന്യൂമറേറ്റർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 1/L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ω'² a by ω എന്ന് കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിലേറ്റീവ് ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി ഡെൽറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു 10⁻³ റേഡിയസ് പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ അത് ഓപ്ഷൻ നമ്പർ എ ആണ്. ഓപ്ഷൻ നമ്പർ എ ആണ് 10⁻³ റേഡിയസ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോബ്ലം ഏതോ ഒരു വർഷം നീറ്റിൻ്റെ എക്സാമിന് ഫിസിക്സിൻ്റെ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഈ പ്രോബ്ലം ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വരുന്ന വർഷങ്ങളിൽ നീറ്റിൻ്റെ എക്സാമിന് ചോദിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.